ഈ ഇൻട്രോ അവന് പറയണമെന്ന് ഭയങ്കര നിർബന്ധം. അപ്പം ഞാനും സമ്മതിച്ചു കൊടുത്തു. പറഞ്ഞോട്ടെ, കുട്ടിക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്കുള്ള ലഞ്ചാട്ടോ. ലഞ്ചൊക്കെ ഓൾമോസ്റ്റ് ആയി. അതിലൊരു പാവയ്ക്കാത്തോരൻ മാത്രം വെക്കാം. തോരനാണോ ഉപ്പേരിയാണോ എന്നറിയില്ല. നമ്മളിവിടെ ഉപ്പേരി എന്നാട്ടോ പറയുക. അങ്ങനെ പാവയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇദ്ദേഹത്തെ വല്ലപ്പോഴും മാത്രം കേട്ടോ കിച്ചണിലൊന്ന് കാണുക. ആ കാണുന്ന അവസരം ചെയ്തോട്ടെ എന്ന് ഞാനും വിചാരിക്കും. ഈ പാവയ്ക്ക ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കാമെന്ന് എല്ലാവർക്കും അറിയാലോ. ഞാൻ വേണമെങ്കിൽ സിമ്പിളായിട്ടൊന്ന് പറയാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പാവയ്ക്കയും കൂടി ഇട്ടിട്ട് ഇളക്കുക. ഉപ്പിടുക. പാവയ്ക്ക ഒന്ന് വെന്തതിൻ്റെ ശേഷം കുറച്ച് ചിക്കൻ മസാല ഇടാം കേട്ടോ. അത് നല്ലൊരു ഫ്ലേവറാണ്. അതിട്ടിട്ട് മൂടി വെക്കുക. തൊട്ടപ്പുറത്ത് ഞാനിതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് പപ്പടം ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇത് സാമ്പാറായിട്ടുണ്ടായിരുന്നു. പിന്നെ സാമ്പാറിൽ കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ എടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. കുറച്ച് വെള്ളം തളിച്ചിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് കുറച്ച് നേരം കൂടി അടച്ചു വെച്ച് വേവിച്ചപ്പോൾ പാവയ്ക്കോപ്പേരി റെഡി ആയിട്ടോ. ഇതൊക്കെയാണ് കേട്ടോ ഒന്ന് ലഞ്ചിന്. ചോറ്, പാവയ്ക്കോപ്പേരി, പപ്പടം, മോര്, രസം, പിന്നെ സാമ്പാർ, മുളക് ഉപ്പിലിട്ടത്. അപ്പോൾ ഹാപ്പി ലഞ്ച്.